ഹായ് എവരി വൺ, നമുക്ക് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനകത്ത് ഞാൻ 500 ഗ്രാം ഫ്രോസൺ ആയിട്ടുള്ള ഓൾറെഡി കട്ട് ചെയ്ത ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞ് മാറ്റി വെച്ചിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച്, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇച്ചിരി കോൺഫ്ലവർ, ഇതുമെല്ലാം കൂടെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ബീഫിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കരിയാപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് ഒരു അരമണിക്കൂർ വെക്കുക. ഞാനൊരു ഇച്ചിരി ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്ത്, ഇനി അത് ആഡ് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതിനകത്തോട്ട് ഒരു നാരങ്ങയുടെ നീരൂടെ പിഴിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെക്കണം. എന്നിട്ട് എണ്ണ ചൂടായിട്ട് നല്ലതായിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിത് ഫ്രൈ ചെയ്ത് അതിൻ്റെ അത് കുക്കായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടെമ്പറേച്ചർ പ്രോബുണ്ട്. അതുകൊണ്ട് ടെമ്പറേച്ചർ നോക്കി അത് 92, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും 92 ആയിട്ടാണ് എടുത്തത്. ഇനി അതല്ലെങ്കിൽ ഒരു 8 മിനിറ്റോ അല്ലെ 10 മിനിറ്റോ വെച്ചാൽ മതി. നമുക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം നല്ല കുക്കായി കഴിയുമ്പം അത് പതുക്കെ എടുത്ത് കോരിയെടുത്തിട്ട് പാത്രത്തിലോട്ട് വെച്ചിട്ട് ഒനിയനും കട്ട് ലെമണും ഒക്കെ വെച്ച് ഗാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാം. ഇത് പാർട്ടിക്കൊക്കെ ഉപയോഗിക്കാം. പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഡിഷാണ്. ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്നൊരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഡ്രിങ്ക്സിൻ്റെ ഒക്കെ കൂടെ ആണെങ്കിലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ പാർട്ടിക്ക് ഗസ്റ്റിന് കൊടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്നുണ്ടാക്കുന്ന വെരി ടേസ്റ്റി ഡിഷാണ്. എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരും നന്നായിട്ട് കഴിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻജോയ്.